നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരളീധരൻ. ഒട്ടുമിക്ക ആൾക്കാരും വിളിച്ചു ചോദിക്കുന്നതും അതുപോലെ നമ്മളെ കാണാൻ വരുമ്പം ചോദിക്കുന്നതുമായ ഒരു ചോദ്യമാണ്, ഞങ്ങൾ പുതിയൊരു ഗൃഹം നിർമ്മിച്ചു, അതിനുശേഷം സാമ്പത്തികമായും പഠനപരമായും മാനസികമായും ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ഒക്കെ ഏറെ ന്യൂനതകൾ വന്ന് ഭവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം. ശരിക്കും നമ്മൾ പറഞ്ഞാൽ, ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ 4 കോണുകൾ കൃത്യതപ്പെടുത്തി അതിൻ്റെ മധ്യസൂത്രവും യമസൂത്രവും കൃത്യതപ്പെടുത്തി നല്ല ഒരു വാസ്തുവിധി പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ട് വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വേണം ഒരു വീടിന് പ്ലാൻ പോലും നമ്മൾ എടുക്കാൻ. ഇന്ന് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ഒരു എഞ്ചിനീയറെ കാണുന്നു അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ കാണുന്നു, അവർക്കുള്ള ഇഷ്ടത്തിന് ഒരു വീട് നമ്മൾക്ക് നിർമ്മിച്ചു തരുന്നു. അത് ആവരുത്. കാര്യം, നമ്മളുടെ പ്രായം, നമ്മളുടെ നക്ഷത്രം, ഇതിൻ്റെയൊക്കെ കണക്കെടുത്തിട്ടായിരുന്നു പണ്ട് വീടുകൾ നിർമ്മിക്കുന്നത്. ശരിക്കും കുറ്റി വയ്ക്കുമ്പോൾ തന്നെ പണ്ട് കാലങ്ങളിൽ നാളികേരം മുറിച്ച് കൃത്യമായി അതിലേക്ക് ഒരു തെറ്റിപ്പൂവിൻ്റെ ഇതളിട്ട് ആ ആചാര്യൻ ഫലം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെയും മൺമറഞ്ഞു പോയ ഒരവസ്ഥയാണ്. ഇന്നും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന ആചാര്യന്മാരുണ്ട്. വാസ്തു പിഴച്ചെന്നാൽ ഗൃഹം അപ്പടി നാശമുണ്ടായിടും, ശുഭത്വങ്ങൾ ഏറെ കുറഞ്ഞിടും, കലഹവും ഒട്ടുതൊട്ടെണ്ണിയാൽ ബന്ധങ്ങൾ അറ്റുപോകുന്ന അവസ്ഥയും വന്നു ചേർന്നിടും, ധനമോ ധാന്യാദികളോ അക്കുടിയിൽ വന്നു ചേരില്ലെന്ന് പറയണം, വിദ്യ മുറിഞ്ഞങ്ങ് പോയിടും, മനസ്സിൻ്റെ താളം തെറ്റിയിടും. ഇതൊക്കെ പണ്ട് ആചാര്യന്മാർ പറയുമായിരുന്നു. വാസ്തുവിന് പിഴവ് വന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇതൊക്കെ. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ മനസ്സിൽ ഒരു വീട് വെപ്പിന് ആദ്യത്തെ ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിവുള്ള ഒരു കണക്കനെ അല്ലെങ്കിൽ വാസ്തുക്കാരനെ കണ്ടെത്തണം. അതിനുശേഷം കൃത്യമായി ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ശയനമുറികൾ, അടുക്കള, നമ്മുടെ ഹാള്, നമ്മൾ വീടിനകത്തേക്ക് കയറുന്ന സ്ഥലം, ഇതൊക്കെ ഏത് ദിശയിൽ നിന്ന് വേണമെന്നും എപ്രകാരം ആയിരിക്കണമെന്നും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വേണം. നമ്മുടെ ചിന്തകൾ ആ ആചാര്യനോട് നമ്മൾ പറയുമ്പോൾ കൃത്യമായി അദ്ദേഹം ഒരു അളവ് തോത് നമുക്ക് തരും. ആ വസ്തുവിൻ്റെ കിടപ്പിന് അനുസരിച്ചുള്ള അപ്രകാരം ഒരു അളവ് തോത് തന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും അടുക്കള അല്ലെങ്കിൽ ശയനമുറികൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനൊക്കെയും ഓരോ കണക്കുകളുണ്ട്. വാലും ചേലുമില്ലാതെ നിർമ്മിച്ചാൽ ഒരിക്കലും ആ വീടിൻ്റെ പണി തീരുകയോ അതിനകത്ത് സുഖലോലുപരായ ഒരു താമസമോ നമ്മൾക്ക് നടക്കത്തില്ല. കാരണം വാസ്തുവിൻ്റെ പിഴവാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളാകൃതിയിൽ ഒരു അച്ചുതണ്ടിൽ കറങ്ങുന്ന ഒരു സംഭവമാണ്. അതിൽ ശരിക്കും ഉത്തരായണ ദക്ഷിണായന കാലം വരുമ്പോൾ സൂര്യൻ്റെ ദിശയ്ക്ക് തന്നെ മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെയും കണക്കിലെടുത്താണ് ഒരു ആചാര്യൻ കൃത്യമായി കണക്കിനെ ത്വരിതപ്പെടുത്തുന്നത്. അതിൽ പ്രധാനം നമ്മുടെ അക്ഷാംശവും രേഖാംശവും നമ്മളുടെ ഇവിടുത്തെ ലോങ്ജിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കറക്റ്റ് ചെയ്തിട്ടാണ് ഒരു സ്ഥാനം തന്നെ നിർണ്ണയിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് തെക്ക് കിഴക്ക് തന്നെ ശരിക്കും നമ്മുടെ അടുക്കള വരണം. തെക്ക് പടിഞ്ഞാറ് ദമ്പതികൾക്കുള്ള ശയനമുറി. അപ്പോൾ ദമ്പതികൾക്കുള്ള ശയനമുറി എന്ന് നമ്മൾ പറയുമ്പോൾ ആ വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർ ശയിക്കുന്ന സ്ഥലം അത് തെക്കോട്ട് തന്നെ തലവെച്ച് കിടക്കണം. അപ്രകാരം വേണം വീട് നിർമ്മിക്കാൻ. ഇപ്പോൾ 90% വീടുകളുടെയും കണക്കെടുത്താൽ
എവിടെങ്കിലും ഒരു ശയനമുറിയും എവിടെയെങ്കിലും അടുക്കളയും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ട്. അപ്പം ഈ തെക്ക് പടിഞ്ഞാറ് അടുക്കള വരുമ്പോൾ, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് അടുക്കള വരുമ്പോൾ, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അടുക്കള വരുമ്പോൾ ഏറെ ദോഷങ്ങൾ വന്ന് ഭവിക്കും. തെക്ക് കിഴക്ക് തന്നെയാണ് അടുക്കളയുടെ സ്ഥാനം. നമ്മൾ ഒരു ചിരട്ട മുറി വെച്ച് 3 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 4 സ്ഥലത്ത്, കന്നിമൂല ഉൾപ്പെടെ 4 സ്ഥലത്തും വെച്ച് കത്തിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഊർജത്തിൻ്റെ പ്രസരിപ്പ് ഉണ്ടാകുന്നത് തെക്ക് കിഴക്ക് മൂലയ്ക്ക്, അതായത് അഗ്നികോണിലുള്ള ആ അഗ്നിക്കായിരിക്കും. ബാക്കിയെല്ലാം അതിൽ നിന്ന് താഴോട്ട് അഗ്നിയുടെ സ്രവണം വരും. അപ്പം തെക്ക് പടിഞ്ഞാറ് തന്നെ നമ്മൾ ഒരു ശയനമുറി നിർമ്മിക്കുകയും ആ ശയനമുറിക്ക് കൃത്യമായിട്ടൊരു അളവ് ത്വരിതപ്പെടുത്തുകയും വേണം. അതിൻ്റെ തൊട്ടു താഴത്തെ അളവ് വേണം നമ്മൾ തെക്ക് കിഴക്ക് അടുക്കളയ്ക്കെടുക്കാൻ. അതുപോലെ വടക്ക് പടിഞ്ഞാറും മധ്യത്തും വടക്ക് കിഴക്കുമായി എടുക്കുന്ന ബെഡ്റൂമുകൾ എപ്പോഴും കൃത്യ അളവിലും അതിൻ്റെ വാസ്തുവിധി പ്രകാരവും ആയിരിക്കണം ചെയ്യേണ്ടത്. വടക്ക് പടിഞ്ഞാറ് ശയനമുറി പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ വടക്ക് കിഴക്ക് പ്രായമുള്ളവർക്ക് ശയിക്കാൻ നല്ലതാണ്. അതുപോലെ മധ്യത്തിൽ ഒതുങ്ങി വരുന്ന ബെഡ്റൂം നമ്മുടെ ഗസ്റ്റുകൾക്ക് വരുമ്പോൾ തങ്ങാൻ നല്ലതാണ്. ഹാളായാലും നമ്മുടെ ഊണുമുറിയായാലും കൃത്യതപ്പെടുത്തി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എല്ലാ വീടുകളിലും ഇപ്പം ഒരു പൂജാമുറി സ്റ്റെയറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാം. അത് ശരിക്കും ഏറെ ദോഷങ്ങൾ നമുക്ക് തരുന്ന ഒരു വസ്തുതയാണ്. മുകളിൽ കയറിപ്പോകുന്ന പടിക്ക് കീഴിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ എപ്പോഴും സ്റ്റെയറുകൾ നിർമ്മിക്കുമ്പോഴും ക്ലോക്ക് വൈസിൽ മാത്രമേ നിർമ്മിക്കാവൂ. ആൻറ്റി ക്ലോക്ക് വൈസിൽ നിർമ്മിക്കുകയോ പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ ആ പടി കാണുന്ന രീതിയിലോ ചെയ്യരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിക്കും കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും വായു സഞ്ചാരം നന്നായി നമ്മുടെ വീടിനകത്തൂടെ കയറി പോകാനുള്ള രീതിയിൽ വേണം ഗൃഹം നിർമ്മിക്കാൻ. അത് ചെറിയ വീടായാലും വലിയ വീടായാലും. ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് അടുക്കള വരുന്നതോടൊപ്പം അതിലെല്ലാം പ്രധാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വടക്ക് കിഴക്കിന് പ്രാധാന്യം കൊടുക്കണം. ഈശാനുകോണിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു പൂജാമുറി നന്നായി ഒരു ചെറിയ അളവിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് പൂജാമുറിയില്ല. ഒന്നുകിൽ സ്റ്റെയറിൻ്റെ കീഴിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലായി വിളക്ക് കത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അത് ചെയ്യരുത്. നമ്മളുടെ വീട്ടിൽ വരുന്ന വിപത്തുക്കൾ ഒക്കെയും തടയാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമാണ് പൂജാമുറിയിലെ രാവിലെയും വൈകിട്ടിലത്തെയും വിളക്ക് കൊളുത്തും പ്രാർത്ഥനയും. അപ്രകാരം വീട്ടിൽ പൂജകൾ നടക്കുന്ന ഒരു വീട് എപ്പോഴും ക്ഷേത്രം തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവർ ഒരു ക്ഷേത്രത്തിലും പോകേണ്ട കാര്യമില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു വീടിൻ്റെ പ്ലാൻ നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ കൃത്യമായി നമ്മുടെ പ്രായം, നക്ഷത്രം, മറ്റ് കണക്കുകളൊക്കെ എടുത്ത് ഉത്തമമായ ഒരു കണക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം ശ്രമിക്കുക. അവസാനമല്ല വാസ്തുവിനെ വിളിച്ച് കാണിക്കേണ്ടത്. പോരായ്മകൾ ഏറി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒക്കെ പ്രശ്നങ്ങളാകുമ്പോഴാണ് ഒരാൾ ഇതൊക്കെ ചിന്തിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അത് പാടില്ല. ജാതിയോ മതമോ ഒന്നും ഇതിന് കാരണമല്ല. കൃത്യതപ്പെടുത്തി മാത്രം വീടുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയും അവിടെ നിസ്കാരമുറിയായാലും പ്രാർത്ഥനാമുറിയായാലും പൂജാമുറിയായാലും കൃത്യമായി പരിപാലിക്കാൻ നമ്മൾ പഠിക്കണം. ഒരാളെ നമ്മൾ പ്ലാനിപ്പിക്കുമ്പോൾ, ഒരു എഞ്ചിനീയറാണ് പറയുന്നത്, ഇപ്പം ഒട്ടുമിക്ക വീടുകൾക്കും പൂജാമുറി ഇല്ല എന്ന് എഞ്ചിനീയർമാർ പറയാറുണ്ട്. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മൾ കാശ് ചെലവാക്കി നിർമ്മിക്കുമ്പോൾ നമ്മൾക്ക് സ്വസ്ഥമായി താമസിക്കാനുള്ള ഒരു അന്തരീക്ഷം ആ ഗൃഹത്തിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ അവസാനം നമ്മൾ ഓടിയിട്ട് എന്താണ് കാരണം? ഒരു കാര്യവുമില്ല. കാരണമില്ലാതെ കലഹവും മാനസിക പ്രശ്നങ്ങളും ആ വീട്ടിൽ അടിക്കടി ഉണ്ടാവുന്ന ഒരു കാഴ്ച നമ്മൾക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റും. നന്ദി, നമസ്കാരം.